സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രഭാവതിയാണെങ്കിൽ സിദ്ധുവിനെ കാണാൻ പോകുന്നുണ്ട്. അതായത് മറ്റാര് പറഞ്ഞാലും അനുസരിച്ചില്ലെങ്കിൽ പോലും സിദ്ധാർത്ഥ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയേക്ക് ഒരു കാരണവശാലും തള്ളിക്കളയാൻ പറ്റില്ല. ഒരച്ഛനും ഗുരുതുല്യനുമായിട്ടൊക്കെയാണ് ദേവി സിദ്ധുവിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലും ജീവിതത്തിലും അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങൾ അങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയില്ല. നന്ദനും ദേവിയും തമ്മിലുള്ള പ്രശ്നം ഒരു പക്ഷേ പറഞ്ഞു തീർക്കാൻ ഏറ്റവും കൂടുതൽ കഴിയുന്നത് ഗിരീഷിനോ അല്ലെങ്കിൽ സിദ്ധുവിനോ ഒക്കെ ആണെന്ന് അറിയാവുന്ന പ്രഭയാണെങ്കിൽ അടുത്തേക്ക് ചെന്ന് സൗമ്യമായിട്ട് മകന് വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ദേവിയെ എത്രയും പെട്ടെന്ന് തിരികെ കൂട്ടിക്കൊണ്ടുവരണം. നന്ദൻ ആകെ സങ്കടമായിട്ടിരിക്കുക. തനിക്ക് നാണമില്ല ഇത് പറയാൻ. അവൻ കാണിച്ച തെറ്റിന് ഞാൻ എന്ത് പറഞ്ഞാൽ ആ ദേവിയെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരേണ്ടുന്നത്? അവൾ പഴയ ദേവിയല്ല. ഇപ്പം എന്ത് കാര്യത്തിനും ഉറച്ച തീരുമാനം എടുക്കുന്ന നല്ല മിടുക്കി കുട്ടിയാണ്. രാഷ്ട്രീയത്തിലെ ഏറ്റവും മുതിർന്ന നേതാവാണ്. എന്നോടെന്തും ചോദിച്ചിട്ട് ചെയ്താൽ മതി, ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി എന്നൊക്കെ വാശി പിടിച്ചുകൊണ്ടിരുന്ന രാധാകൃഷ്ണ മിനിസ്റ്ററെ പോലും വരച്ച വരയിൽ നിർത്തിയ ഒരു മിടുക്കി കുട്ടി പ്രസ് മീറ്റിൽ പോലും തൻ്റെ ഇമേജ് കളയരുതെന്ന് ശുപാർശയായിട്ട് രാധാകൃഷ്ണൻ എന്നെ കാണാൻ വന്നതേ ഉള്ളൂ. താനൊരു കാര്യം മറക്കണ്ട, മുമ്പത്തെ ദേവികയല്ല ഇപ്പോഴത്തെ ദേവിക. അവളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കും. ആര് തന്നെ എന്ത് പറഞ്ഞാലും അവൾക്ക് അവളുടേതായിട്ടുള്ളൊരു തീരുമാനമുണ്ട്. സ്വന്തം മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്തിട്ടല്ല മാതൃസ്നേഹം കാണിക്കേണ്ടത്. മക്കളെ നേർവഴിക്ക് പറഞ്ഞ് തിരുത്തിയിട്ടായിരിക്കണം. എന്നുമില്ലെങ്കിൽ ഞാൻ അവൻ്റെ അച്ഛനല്ലേ. ഞാനറിയാതെ പല കാര്യങ്ങളും നിങ്ങൾ രണ്ടാളും എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. എന്നോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളെങ്കിൽ ഞാനും കൂടി ഇടപെട്ട് തീർത്തു തരാമായിരുന്നു. അപ്പം എന്നിൽ നിന്നും മറയ്ക്കുമ്പോൾ എനിക്ക് ഊഹിക്കാം നന്ദൻ മറ്റെന്തോ ഭയക്കുന്നുണ്ട്. അതിന് താനും കൂട്ടു നിൽക്കുക അല്ലേ? ശരിയല്ലേ ഞാൻ ചോദിക്കുന്നതെന്ന് പറയുമ്പം അത് സിദ്ധു, താനൊന്നും അധികം പറയണ്ട. എന്ത് ചോദിച്ചാലും താൻ പറയാൻ പോകുന്നില്ലെന്ന് മറ്റാരേക്കായും വ്യക്തമായിട്ട് എനിക്കറിയുകയും ചെയ്യാം. ഫയലിനെ പറ്റി തന്നെ എത്ര തവണ ഞാനും ദേവിമോളും മാറി മാറി ചോദിച്ച് അപ്പോഴൊന്നും സമ്മതിച്ചു തന്നില്ലല്ലോ. സ്വന്തം മകൻ ജയിലിൽ പോകേണ്ട അവസ്ഥ വരും എന്ന് കണ്ടപ്പോഴല്ലേ ആ ഫയൽ തിരികെ കൊടുക്കാൻ താനായാലും പറഞ്ഞത്. അതുകൊണ്ട് കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാനില്ലടോ എന്ന് പറഞ്ഞ് സിദ്ധു ആണെങ്കിൽ അങ്ങ് പോകുന്നു. അതേസമയം ചന്ദ്രമതി ആണെങ്കിൽ ദേവിയെ കാണുന്നുണ്ട്. നടന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അന്വേഷിച്ചറിയുന്നു. അന്ന് ഹോട്ടൽ മുറിയിൽ താൻ കണ്ട കാര്യങ്ങളെല്ലാം ചന്ദ്രമതിയോടും ദേവിക പറയുന്നുണ്ട്. ഞാൻ ഭയന്നത് പോലെ തന്നെ സംഭവിച്ചു. ഇസബെല്ലയും നന്ദു തമ്മി വെറും ഒരു ഫ്രണ്ട്സ് ആയിരിക്കണേന്ന് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ അതല്ല, ഞാൻ വിചാരിക്കുന്നതിനപ്പുറം അവർ തങ്ങളിൽ അടുത്തിരിക്കുന്നു. ഇങ്ങനൊരാളുടെ ഒപ്പം ഭാര്യയായി ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നു, നിന്റെ തീരുമാനത്തിന് 100% ശരിയുണ്ടെന്നേ ഞാൻ പറയുള്ളൂ, തെറ്റുണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം തനൂജയുടെ ഫ്രണ്ട്സ് ഹോട്ടൽ റൂമിൽ താമസിക്കുന്ന ആ സമയത്ത് അവൾക്കായി കുറേ പലഹാരം കൊണ്ട് പോയപ്പോഴേ നന്ദനും ഇസബെല്ലയും ഒരു ഹോട്ടൽ റൂമിൽ പോകുന്നത് ഞാൻ കണ്ടതാ. അന്ന് ചോദ്യം ചെയ്തപ്പോൾ നന്ദൻ എൻ്റെ വായടപ്പിച്ചു. മരിച്ചുപോയ എൻ്റെ മകളെ പറ്റി തന്നെ അപവാദം പറഞ്ഞ് അവൻ എന്നെ നിശബ്ദയാക്കി. അന്ന് മുതൽ എനിക്ക് സംശയമുണ്ടായിരുന്നു നന്ദൻ്റെ പെരുമാറ്റത്തിൽ. പഴയ നന്ദനെ അല്ല, എല്ലാവരും കൂടി ചേർന്ന് അവനെ പെടുത്തിയതാണോ എന്നാ എനിക്ക് സംശയം. ദേവിക ഇപ്പോൾ ഒരു MLA അല്ലേ. MLA കൊണ്ട് പല ആവശ്യങ്ങളും പലർക്കും ഉണ്ടാകും. അതിനു വേണ്ടിയിട്ട് വീട്ടിലെ ഏറ്റവും അടുത്ത ആൾക്കാരെയാണ് ഇവരൊക്കെ സ്വാധീനിക്കുന്നത്. അതിൻ്റെ ഭാഗമാണോ എന്നെനിക്ക് സംശയമുണ്ടെന്ന് പറയുമ്പോൾ ദേവിക അതിശയിച്ച് നോക്കി നിൽക്കുന്നു. പറഞ്ഞതിൽ അല്പം കാര്യമുണ്ടെന്ന് ദേവികയ്ക്കും അറിയാമല്ലോ. അതേസമയം കെവിൻ ഇസബെല്ലയോട് പറയുന്നുണ്ട്, ദേവിക നന്ദൻ്റെ ജീവിതത്തിൽ നിന്നും അകന്നു പോയി കഴിഞ്ഞാൽ ദേവിയെയും കൊണ്ട് പല കാര്യങ്ങളും നമുക്കിനി നേടിയെടുക്കണ്ടേ? അതെങ്ങനെ പറഞ്ഞ് സാധിക്കും? അതൊന്നും എനിക്കറിയണ്ട. ദേവി ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ട് നമുക്കതെല്ലാം നിറവേറ്റാം. പക്ഷേ ദേവിക നന്ദൻ്റെ ജീവിതത്തിൽ നിന്നും അകന്നു പോയിരിക്കണം. എനിക്കത് തന്നെയായിരുന്നു ആവശ്യം. നന്ദൻ എൻ്റേത് മാത്രമാണ്. ഇനി നന്ദൻ്റെ ഭാര്യയായിട്ട് ചന്ദ്രോത്ത് വീട്ടിൻ്റെ പടി കയറാൻ പോകുന്നത് ഞാനായിരിക്കും എന്ന് ഉറപ്പിച്ച് പറയുന്ന സമയത്ത് ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട് കെവിനും. അതേസമയം ദേവി പിണങ്ങിപ്പോയതിൻ്റെ പേരി മദ്യപിക്കാനും വീട്ടിലേക്ക് വരാതെ വീണ്ടും സുഹൃത്തുക്കൾക്കൊപ്പം തങ്ങാനും തുടങ്ങിയ നന്ദൻ്റെ ഈ പെരുമാറ്റത്തിൽ പ്രഭാവതിയും ആകെ അസ്വസ്ഥതയാണ്. അതേസമയം കെവിനാണെങ്കിൽ ശാരികയെ വിളിക്കുന്നുണ്ട്. വീട്ടിലെ കാര്യങ്ങൾ നൈസായിട്ട് ചോദിച്ചറിയാൻ വേണ്ടി തന്നെയാണ് വിളിക്കുന്നത്. പക്ഷേ ഇസബെല്ലയ്ക്കോ അതുപോലെ നന്ദനൊന്നും അറിയില്ല താൻ സ്നേഹിക്കുന്നത് ശാരികയാണെന്നുള്ള സത്യം. അതൊരു സർപ്രൈസാണ്. ശാരിക എങ്ങനെയാണ് സർപ്രൈസായിട്ട് വെച്ചിരിക്കുന്നത്, അതുപോലെ സമയമാകുമ്പം താനും എല്ലാവരെയും അറിയിക്കുന്നുള്ളൂ എന്ന് കരുതിയാണ് സർപ്രൈസ് വെച്ചിരിക്കുന്നത്. അപ്പം വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ചറിയുന്ന കെവിനെ ഞെട്ടിച്ചുകൊണ്ട് ശാരികയാണെങ്കിൽ തൻ്റെ ഉറച്ച തീരുമാനം പറയുന്നുണ്ട്. ഞങ്ങൾ വീട്ടുകാർക്കും ചേച്ചിക്കുമെല്ലാം നന്ദേട്ടനെ ഇനി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടാൻ താല്പര്യമില്ല. ബന്ധം ഒഴിയണം തന്നെയാണ് ചേച്ചിയുടെ ഉറച്ച തീരുമാനം.
അത് പിന്നെ ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും അങ്ങനെ തന്നെ തീരുമാനിക്കുമായിരുന്നു. വിശ്വാസവഞ്ചന സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇപ്പം നന്ദേട്ടൻ്റെ സ്ഥാനത്ത് കെവിൻ ചേട്ടനെ അങ്ങനെ ഒരു സാഹചര്യത്തെയും ഞാൻ കാണുന്നുണ്ടെങ്കിൽ ഞാനും ഇങ്ങനെ തന്നെയല്ലേ തീരുമാനിക്കൂ എന്ന് പറയുമ്പം കെവിനാണെങ്കിൽ ആകെ ഷോക്കാകുന്നു. വലിയൊരു രഹസ്യമാണ് ശാരികയിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്നത്. അതായത് ദേവികയുടെ ജീവിതം ഈ വഴിക്കെത്താൻ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ കാരണക്കാരൻ താനും കൂടിയാണ്. ആ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ശാരിക തന്നോട് പൊറുക്കില്ല എന്നുള്ള കാര്യം അവളുടെ വർത്തമാനത്തിൽ നിന്നും മനസ്സിലാകുന്ന കെവിനാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.